देखिए कुछ नहीं रहा मेरे को तो समझ ही नहीं आ रहा। 1.5 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ റൈഡ് എൻജോയ് ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്താ അറിയോ മോനെ 2-2.5 മണിക്കൂർ. ഇപ്പം ഇന്നത്തെ പ്ലാൻ ബാഗ ബീച്ചിൽ നിങ്ങൾ പാരാസൈലിങ്ങോ എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ എടുക്കുകയാണെങ്കിൽ സിംഗിൾ ആക്ടിവിറ്റി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ചെറിയ സമയം കൊണ്ട് ചെയ്ത് തീർത്ത് പോവാം. മറ്റേത് പാക്കേജ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പൈസയും പോവും, ഉള്ള സമയം പോകും. ഒരു ദിവസം ഈയത് ഓട്ടൊന്നും ഞാൻ ഓടി വെക്കട്ടെ, കുറച്ച് കാര്യം പറയാണ്ട്. ലേഡീസ് വരാണെങ്കിൽ ഏറ്റവും നല്ലത്, അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ലേഡീസാണ്. എത്രയൊക്കെ ഈക്വാലിറ്റിൻ്റെ കാര്യം പറഞ്ഞാലും ലേഡീസിനാണ് ഫസ്റ്റ്. അടുത്തത് നമ്മളെ കാണാം. നമ്മൾ തന്നെ അവനെ ചാൻസ് നോക്കാം. देखिए कुछ नहीं रहा मेरे को तो समझ ही नहीं आ रहा। अगर कुछ नहीं समझ आ रहा, दिख नहीं रहा है. चलो भैया वो चलो ക്യാമറ നമുക്ക് അനുവദനീയമല്ല. എന്താ വെച്ചാൽ പിന്നെ വളരെ സിമ്പിളാണ്, വെരി സിമ്പിൾ. പക്ഷെ അവർ റിസ്ക് ആവുന്ന എങ്ങനെ ഹോൾഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്യാമറ കിട്ടിയില്ല. എന്തായാലും ഇതല്ല, വേറെ സ്പോട്ടിലുള്ള നോക്കാം. റെക്കോർഡ് ആയെന്നോ അറിയില്ല. പക്ഷേ ആരുടെക്ക് ഫോൺ എടുത്തിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ മതിയാണ്. വളരെ സിമ്പിളാണ്. ഇത് നിന്നുകൊണ്ട് പോവുക. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സംഗതിക്കാണ് നമ്മൾ ഇത്രയും ടൈം എടുത്തത്. എന്തായാലും നമ്മൾ ലാസ്റ്റ് ഞാനായിരുന്നു. നമ്മൾ ശരിയായിട്ട് വന്നതാണ്, ശരിയാണ്, ടൈം ചെയ്യാൻ സംഗതി തന്നെയാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ടൈമിങ്ങാണ്. ഭയങ്കര സ്ഥലം ഈ ജാസ്തി പോയത് നമ്മൾ പാരാസൈലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഭയങ്കര സമയം. ഇറങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എൻ്റെ മോനെ ഈ റോഷൻ നോക്കണം. അവൾ റോഷൻ ഏത് ഭാഗത്താണ്? അതിന് കുറച്ച് കാര്യങ്ങൾ വരട്ടോ. അതിൻ്റെ പിന്നെ നമുക്ക് ഈ നമ്മളെ ഈ ബാഗ് ഉണ്ടല്ലോ, ബാഗ് ഇവിടെ ഊരിക്കണം. ഈയത് ഓട്ടൊന്നും ഞാൻ ഊരി വെക്കട്ടെ, കുറച്ച് കാര്യം പറയാണ്ട്. മനുഷ്യന്മാരെ
നല്ല ചൂടാണ്, തീരത്ത് എൻ്റെ മോനെ ലേഡീസ് ഫസ്റ്റ് എന്തിനുപരി ഈ എന്താ പറയുക സമത്വം വേണം, ഈക്വാലിറ്റി വേണമെന്നൊക്കെ പറയില്ലേ. പോകുമ്പോൾ ലേഡീസ് ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കയറാൻ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ്, അവിടെ ഒരു 10-20 ആളുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ്. പിന്നെ അവിടുന്ന് എല്ലാവരും റൈഡിങ് നമ്മൾ വിചാരിച്ചത് പെട്ടെന്ന് കഴിയുന്നതാണ്. അതായത് ഒരു ഒന്നര മിനിറ്റിൻ്റെ റൈഡാണ്. പിന്നെ റോഷ ഇവിടെ റോഷനെ കണ്ടുപിടിക്കണം കേട്ടോ. നമ്മൾ ഇവിടെ കയറി ആ മുകളിലാവാനാണ് ചാൻസ്. അപ്പോൾ പിന്നെ അതിൻ്റെക്ക് പോവാം. എടാ ഇവിടുന്ന് കയറാൻ ലേഡീസ് ഫസ്റ്റ്. അവിടെ നിന്ന് പിന്നെ ബോട്ടിൽ അവിടുന്ന് ഈ പാരഷൂട്ട് കയറാൻ ലേഡീസ് ഫസ്റ്റ്. ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് പാരഷൂട്ട് പറക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടില്ല. ഫുള്ള് ഫസ്റ്റ് പോയി സംഭവം. റൈഡ് അടിപൊളി, റൈഡ് ഞാൻ പറയട്ടോ അടിപൊളി. പക്ഷേ ഇവന്മാരെ സ്വഭാവമാണ് ഭയങ്കര കച്ചറ. ഇവിടെ ഈക്വാലിറ്റി വേണം, ചെമ്പ് വേണം, ചേന വേണം എന്നൊക്കെ പറയുന്നത് വേണം വേണ്ടാന്നൊന്നുമല്ല. പക്ഷേ അതേസമയം എല്ലാവരെയും ഒരുപോലെ അല്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ പരിഗണിക്കണ്ട. അപ്പോൾ ഗോവയിലെ ബാഗ ബീച്ചിൻ്റെ അവസ്ഥ റൈഡൊക്കെ എൻജോയ് ചെയ്യുക. ഒരുപാട് 1.5 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ റൈഡ് എൻജോയ് ചെയ്യാൻ നമുക്ക് വേണ്ടത് എന്താ അറിയോ മോനെ 2-2.5 മണിക്കൂർ. ഇപ്പം ഇന്നത്തെ പ്ലാനിങ് ഏകദേശമൊക്കെ മൂഞ്ച് പോലെ. ഇവിടെ റോഷ ഇവിടെ സൈഡിലാണ് ഓർത്താൻ മോനെ കണ്ടുപിടിക്കണല്ലോ. ആ ഇതാ നിൽക്കുന്നു. അത് നമ്മുടെ ചെക്കനാക്കി. എടാ അവിടെ എന്താ ടൈം കഴിഞ്ഞാ പറഞ്ഞാ എൻ്റെ പൊന്നാര ആ ബോർഡിനടിക്ക് പോവാ. ഞാൻ പാര ചങ്ങ പിരാന്ത എന്നോട് പാരാനേ. ഒരുമാതിരി അവിടെ ഇവിടുന്ന് കയറുമ്പോ ലേഡീസ് ഫസ്റ്റ്. ഈക്വാലിറ്റി എന്ന് പറയുന്നത് ചങ്ങായ ലേഡീസ് ഫസ്റ്റ്. അവിടെ കയറാ ലേഡീസ് ഫസ്റ്റ്. വേറെ ഗ്ലൈഡിങ്ങിൽ നമ്മളാണ് ആദ്യം ചെന്നാലും വേറെ രണ്ടാമത് വന്ന ബോട്ട് ആൾക്കാർ ഫസ്റ്റ്. ഇതിൻ്റെ കാല് പൊള്ളിട്ടാ. എന്ത് കൊള്ളാണത് ഗായ്സ്. അപ്പോൾ നമ്മളെ ബാഗ ബീച്ചിൽ നിങ്ങൾ പാരാസൈലിങ്ങോ എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ എടുക്കുകയാണെങ്കിൽ സിംഗിൾ ആക്ടിവിറ്റി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ചെറിയ സമയം കൊണ്ട് ചെയ്ത് തീർത്ത് പോവുക. മറ്റേത് പാക്കേജ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പൈസയും പോവും, ഉള്ള സമയം പോകും, ഒരു ദിവസം മൊത്തം പോകും. അങ്ങനത്തെ അവസ്ഥയാണ് അവിടെ. പിന്നെ ലേഡീസ് വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ലേഡീസാണ്. എത്രയൊക്കെ ഈക്വാലിറ്റിൻ്റെ കാര്യം പറഞ്ഞാലും ലേഡീസിനാണ് ഫസ്റ്റ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ലേഡീസാണ് ഫസ്റ്റ്. അതിൽ യാതൊരു വിധ വിട്ടുവീഴ്ച ചേട്ടാ അവർ ബോട്ടിലത്തെ ആൾക്കാർ. അപ്പോൾ ബാക്കിയുള്ള മെൻസൊക്കെ പോകാം, അത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വന്നിട്ട് കണ്ടിട്ട് പോവുക മാത്രമാണ് ഇപ്പം എനിക്ക് വരാൻ പറ്റുന്നത്. റൈഡിങ് സൂപ്പറാണ്, അത് ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല. റൈഡിങ് അടിപൊളിയാണ്. പക്ഷേ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് ചോപ്ര ഫോർട്ട് പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ലോലും ചർച്ചുണ്ട്, അതായത് പ്ലാനിങ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അഞ്ജുന ബീച്ചുണ്ട്. ബാഗ കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് ഗോവയത്തെ, നോർത്ത് ഗോവത്തെ. അപ്പോൾ അതും ഏകദേശമൊക്കെ ഇതിനുള്ള അവസ്ഥയാണ്. എന്തായാലും ഞങ്ങൾ മാക്സിമം സ്പീഡിൽ പിടിക്കണം. ഈ ഫുഡില്ല പ്രശ്നം, ഫുഡ് അടിച്ചിട്ട് നെക്സ്റ്റ് നോക്കാം.